എന്താ അടിപൊളി കഫേസല്ലേ, ലൈക്ക് സ്ട്രീറ്റിൽ തന്നെ ഭയങ്കര റിലാക്സിങ് മൂഡാണ്. ചെറിയൊരു റോഡാണ്, ലൈക്ക് നോ ലൈക്ക് അനോയിങ് ആയിട്ടുള്ള ഒരു സൗണ്ടില്ല, ഒരു ഫാൾസ് ക്രൗഡില്ല, നല്ല കഫേസ് ഉണ്ട്. ആൻഡ് ദെൻ ഫുഡ് സൂപ്പർ ഇംപ്രസീവ്. ഞാൻ ഗോവയിൽ ഒരുപാട് വട്ടം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ മെയിൻ ഐഡിയ ഇറ്റ് ഈസ് ടു കവർ ബീച്ചസ്. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ഒരു കോർണറോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ട്രീറ്റ്സോ എവിടെയും ഞാൻ പ്രതീക്ഷിച്ച തന്നെയല്ല. ലൈക്ക് ഇത് ഭയങ്കര സർപ്രൈസിങ് ആയിപ്പോയി. നമ്മളെ ഒബ്വിയസ്ലി നമ്മുടെ ഐറ്റിനറിയിൽ നമ്മൾ എന്താ പറയുക, ബീച്ചസ് കവർ ചെയ്യണം, ഓൾ മേജർ ബീച്ചസ്, അതല്ലാതെ നമ്മളൊന്നും ചിന്തിക്കില്ല. പക്ഷേ എന്ത് ഭംഗിയാണ് നോക്കിയാൽ. നമ്മളിതിൻ്റെയൊക്കെ ഒരു ചെറിയ വേർഷൻ കണ്ടിട്ടുണ്ട്, എന്താ ഈ കൊച്ചിയിൽ, ഫോർട്ട് കൊച്ചിയിൽ, മട്ടാഞ്ചേരിയിലൊക്കെ. പക്ഷേ ഇത് അതിൻ്റെ ഒരു 10x വേർഷൻ ആൻഡ് വെരി ഒറിജിനൽ, നോട്ട് പ്രിറ്റൻഷ്യസ് അറ്റ് ഓൾ. സി ലൈക്ക് 100-year-old ഒരു ഹെറാൽഡോ ബേക്കറീസ് ആൻഡ് ദെൻ അങ്ങനെ ഒരുപാട് ലൈക്ക് ഡിസൈനർ വെയർസ്, കാവേരി ആൻഡ് ഓൾ ദാറ്റ്. ഇവിടെ കൂടുതൽ എനിക്ക് തോന്നുന്നു വീഡിയോഗ്രാഫീസ് ഒന്നും അലൗഡ് അല്ല, നോൺ മോട്ടറൈസ്ഡ് വെഹിക്കിൾ സോണാണ്. പക്ഷേ എന്നാലും വണ്ടികളൊക്കെ പാസ് ചെയ്യുന്നുണ്ട്, കാണാവുന്നതാണ്. നമ്മൾ ഈ സ്ട്രീറ്റ് കവർ ചെയ്തതാണ്. നമ്മൾ നേരത്തെ വന്നപ്പോൾ കൊക്കോലിനി സൺഗ്ലാസിൻ്റെ, ഹാൻഡ് ക്രാഫ്റ്റഡ് സൺഗ്ലാസിൻ്റെ, പിന്നെ ഞാനൊരു ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിയായിരുന്നു ആ കഫേന്ന്, നമ്മുടെ സെയിം കഫേന്ന്. ഇത് കണ്ടില്ലേ? ആൻഡ് സർപ്രൈസിംഗ്ലി ഞാനത് ശ്രദ്ധിച്ചില്ല, ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. സിംഗിൾ ഒറിജിൻ കൊക്കോ ഫ്രം ഇടുക്കി ഹിൽസ്. അപ്പോൾ മലയാളികളുടെ പിടിയൊന്ന് ആലോചിച്ച് നോക്കണേ. ഐ എം സേവിങ് ഇറ്റ് ഫോർ ലേറ്റർ. ലൈക്ക് പാക്കേജിംഗ് ഒക്കെ നോക്കി, എന്ത് ക്രാഫ്റ്റാണ് നോക്കിയേ, ലൈക്ക് സോ ഗുഡ്. ഇത് നമ്മളിവിടെ ഒരു ആനന്ദാശ്രമം ഹോട്ടലാണ്. ലുക്സ് വെരി പോംപി. എല്ലാം ഉണ്ട്. മസാല ഫിഷ് ഫുഡ് കുറേ ഉണ്ട്. നോൺ വെജ് താലിയുണ്ട്, ചോന, കിങ് ഫിഷ്, ചിക്കൻ വക്കോളി, ബാംഗ്ഡ, മക്രേൽ. ഇതോണ് മുംബൈ മഹാരാഷ്ട്രീയൻ ഫുഡാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ആ ഒരു സ്റ്റൈലാണ് ഫീൽ ചെയ്യുന്നത്. അകത്തെല്ലാം ഒരു പറയുന്നത് ഒതൻറ്റിക് ഗോവനാണെന്നാണ്. നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ സോൾ ഫുഡുണ്ട്, എൻ്റർ അബോർഡ്. സാൻസ്ക്രിറ്റ്, ഞാൻ പറഞ്ഞില്ലേ സാൻസ്ക്രിറ്റ് ബ്രിങ്ങിങ് ആണ്, എന്താ പറയുക, ഗോവൻ ഒത്തൻറ്റിക് ഫിഷ് കറി റൈസ്. അത് ഭയങ്കര ഫേമസ് ആണ് ആ താലി. ലൈക്ക് ഫിഷ് ആൻഡ് റൈസ് ഈസ് വെരി സ്റ്റേപ്പിൾ ഹിയർ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഗോവയിൽ വരുമ്പോൾ ഇവിടുത്തെ ലൈക്ക് ഒത്തൻറ്റിക് ഫിഷ് കറി. ദ ഫിഷ് കറി താൽ ഈസ് ഹിയർ ഗ്രേറ്റ് ഡിമാൻഡ് ത്രൂ ഔട്ട്, എക്സെപ്റ്റ് ഓഫ് ഈ ഗണേശ് ചതുർത്ഥി സമയത്ത് മാത്രം അവർ സെർവ് ചെയ്യില്ല, കാരണം അവർ നോൺ വെജ് ഉപേക്ഷിക്കുന്ന ടൈമാണ്. വെരി ഓൾഡ് ഫാഷൻഡാണ് ടേബിളൊക്കെ കണ്ടുപോയി. I don't know what we are trying. It's some soda, കോക്കം സോഡ. കോക്കം സോഡയാണ്. നമ്മൾ ഒന്നുമില്ല, കാർബണേറ്റഡ് വാട്ടർ, ഷുഗർ, ഫ്രഷ് കോക്കം ജ്യൂസ്. ഫ്രഷ് കോക്കം ജ്യൂസ് എനിക്ക് തോന്നുന്നു മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ഏതൊരു ഡ്രിങ്കിൽ ഞാൻ കണ്ട ഡിസ്ക്രിപ്ഷനിൽ, കോക്ടെയിൽ പോലെ. ഇത് പ്ലെയിൻ ജീരക സോഡ വിത്ത് കളർ, അത്രേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. പക്ഷെ റിഫ്രഷിംഗ് ആണ്. എനിക്ക് തോന്നുന്നൊരു ഹെവി മീലൊക്കെ കഴിച്ചിട്ട് ഇത് കുടിച്ചാൽ അങ്ങ് സെറ്റാവുമെന്ന് തോന്നുന്നു. നല്ല ഉറക്കം കിട്ടുമായിരിക്കും. ഒരു 3 out of 10 കൊടുക്കാം, അത്രേ ഉള്ളൂ. ഇതൊരു ചെറിയൊരു തട്ടിക്കൂട് കടയാണ്. പക്ഷെ എന്താ നമ്മൾ കണ്ടതിൽ മെനുവിൽ ഒന്നിൻ്റെയും പ്രൈസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ട. എന്തായിരിക്കും റേറ്റ് എന്നല്ല, എല്ലാം ഉണ്ട്. ഫിഷൊക്കെ ഉണ്ട്, പോംഫ്ലെറ്റ്, പ്രോൺസ് എല്ലാം ഉണ്ട്. പ്രോപ്പർ ഗോവൻ സ്റ്റൈൽ സാധനങ്ങളാണെന്ന് തോന്നുന്നു. അതുപോലെ ഇത് കണ്ടോ, സീലിംഗ് ഫാൻ ഉണ്ടോ? എനിക്ക് തോന്നുന്നു ടേബിൾ ഫാനിൻ്റെ ഗ്രില്ല് പറിച്ചെടുത്തിട്ട് അവർ സീലിംഗ് ചെയ്തതാണെന്ന് തോന്നുന്നു. പക്ഷെ നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. കുട്ടി ഫാനാണ്, പക്ഷെ 4 ലീഫുണ്ട്. രസമാണ്. ഈ കഫേ കണ്ടായിരുന്നോ? ഭയങ്കര ഒരു വിൻറ്റേജ് എസ്തറ്റിക്സ് ഫീൽ ചെയ്യുന്നില്ലേ? വെജിറ്റബിൾ വിന്താലു ഒരു പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ്ഡ് ആണ്. വിന്താലു നമ്മൾ നാട്ടിലൊക്കെ ഇപ്പോൾ ഭയങ്കര പോപ്പുലറാണ്, അറിയാവുന്നതായിരിക്കും. പക്ഷേ ഇറ്റ്സ് ബേസിക്കലി ഫ്രം പോർച്ചുഗീസ്.
പോർക്ക് വെന്താലു സൊലേറ്റം ഗോവൻ സ്റ്റൈൽ ചിക്കൻ ചില്ലി ഫ്രൈ നമുക്കൊന്ന് കണ്ടു നോക്കാം. ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ടൈൽസ് കണ്ടില്ലേ, വെരി ഒതൻറ്റിക്. ഇതൊക്കെ പ്രോബബ്ലി ഹാൻഡ് പെയിൻറ്റഡ് ടൈൽസ് ആയിരിക്കാം, ഞാൻ കേട്ടിട്ടുണ്ട്. ദാറ്റ്സ് എ ആർട്ടിസ്ട്രി ഓഫ് ദെയർ ഓൺ. നല്ല പഴയ സ്റ്റെയർ കേസും പഴയ ഡിസൈൻസും, നല്ല അടിപൊളി ഡ്രിങ്ക്സൊക്കെ ഉണ്ട്. വയ്ക്കില്ല. നല്ലൊരു സ്പേസാണ് കാണുന്നത് നമ്മളിവിടെ. ലൈക്ക് വെരി വിൻറ്റേജ്, വെരി പ്യുവർ. യു ഹാവ് ഗുഡ് സ്പേസ്. എല്ലാം പോർച്ചുഗൽ വേസ്റ്റ്. Then suddenly next item is കൊറിയൻ ഫിഷ് കട്ട്ലേറ്റ്സ് ഒന്നും അല്ല, അത്ര പോപ്പുലർ അല്ല. നമ്മൾ ഇവിടെ മാത്രം കിട്ടുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു ആംബിയൻസ് ആണ്. ലൈക്ക് വെരി ഒതൻറ്റിക്, വെരി നോട്ട് അറ്റ് ഓൾ. ദർ ഇസ് നോൺ ആൽക്കഹോളിക് ബിയർ ഓൾസോ. വാട്ട് വാസ് ദ റീസൺ ഐ ഡോണ്ട് നോ. കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഫിഷ് കട്ട്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് പോർക്ക് സൊലാൻറ്റലം. ഇതെന്താ? ബീഫ് ഫ്രൈ അല്ല, ബീഫിൻ്റെ ഒരു ഡിഷാണ്. ബീഫിൻ്റെ ബീഫ് ചില്ലി ഫ്രൈ ആണെന്ന് തോന്നുന്നു. ഇത് അവർ റെക്കമെൻഡ് ചെയ്തതാണ്. പോർക്ക്. ഇതെന്താ? ഇതൊരു റൗണ്ട് അബൌട്ടാണ്. ചുറ്റും നോക്കിക്കേ, യു ക്യാൻ സീ പ്രിറ്റി മച്ച് എവറിത്തിങ്. ദോസ പൊടി, ഷായ് കോർണർ, വണ്ണേ കമ്പനി. നമ്മളിപ്പോൾ ഇവിടെ കഫേ ബോൺസിലാണ്. ഇവിടെ ഒരു ആർട്ട് ഇൻസ്റ്റലേഷൻ പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ. റിയലി നൈസ്. നമ്മൾ ഇവിടെ കഫേ ബോൺസാലയിലാണ് പോകുന്നത്. ബോൺസ്ലെ ലെറ്റ്സ് സീ. ഇറ്റ്സ് കഫേ ബോൺസ്ലെ. ഒരു ഐഡിയ ഇല്ല എന്താണെന്നേക്കോട്ടെ. ഇവിടെ കണ്ടിട്ട് പാവ്, പൂരി, ബജി എല്ലാം കാണുന്നുണ്ട്. നമുക്ക് ഐ തിങ്ക് ഇറ്റ്സ് എ വെജ് റെസ്റ്റോറൻറ്റ്. നമുക്ക് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്ലെറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു. 1 in പഞ്ചിം, 1 in പോണ്ട, പോർവോരം. ഐ തിങ്ക് ഈ കഫേ സെലിബ്രേറ്റിംഗ് 105 years, 105 വർഷത്തെ പാരമ്പര്യമുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നു ഇത്രയും തിരക്കും ആളുകളും വളരെ പാഷനേറ്റ്ലി ഹിയർ. ഐ തിങ്ക് ദേ ലൈക്ക് ദ ഫുഡ്. ഭയങ്കര താല്പര്യത്തോടെ വന്നിരിക്കുന്നുണ്ട് എല്ലാവരും. വലിയ ഗ്രാൻഡായിട്ടൊന്നും ആരുടെയും ടേബിളിൽ കാണാനില്ല. ഇറ്റ്സ് ജസ്റ്റ് കോഫി, പൂരി, പാവ് ഭാജി, മഷ്റൂം സമോസ. പുള്ളി മെനു കാർഡ് കൊണ്ടു തന്നു, പക്ഷേ ഇതിലെ ഫുൾ സാധനങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഇത് പൂരി, നമ്മുടെ നാട്ടിലെ പൂരി പോലെ തന്നെ, പക്ഷേ സൈസ് കുറച്ച് ചെറുതാണ്. ഇതെന്താ? ബൺസ്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഉടുപ്പിയിൽ. ദിസ് ഇസ് ഫേമസ്. ലൈക്ക് ദ മാംഗ്ലൂർ ബൺസ് ഫേമസ്. പക്ഷേ മാംഗ്ലൂർ ബൺസ് കുറച്ചുകൂടെ ചെറുതായിരിക്കും. ദാറ്റ് ഈസ് പാവ്, ലൈക്ക് പ്രോപ്പർ മുംബൈയിലെ പാവ. ആൻഡ് വിൽ ട്രൈ വൺ. ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ബട്ടാട്ട. പേര് ഭയങ്കര കോമഡി ആയിട്ടിരിക്കും. ബട്ട് കഴിക്കേണ്ട രീതി ഒന്നും അറിയില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ കഴിക്കുകയാണ്. ടേസ്റ്റ് ഭയങ്കര ആവറേജ് ആണ്, പക്ഷേ ഭയങ്കര ഒരു ഹോംലി ഫീലുണ്ട്. ഐ തിങ്ക് അതുകൊണ്ടാണ് ഇത്ര പോപ്പുലർ എന്ന് തോന്നുന്നു. ഇത് എനിക്ക് തോന്നുന്നു മുട്ടക്കറിയുടെ മിക്സ് പോലെ തന്നെ ഉണ്ട്. ലൈക്ക് വീട്ടിൽ ഈ ബൺ ട്രൈ അല്ലേ? ബൺസ്. Yeah, that is how Mangalore has Mangalore one. Here also they have one sweet. That is No, that is very sweet. This is not sweet. Mangalore buns are sweet. This is also sweet. It's not. It is not. ഇത് മധുരമില്ല. മധുരമുണ്ട്. ഇതിൻ്റെ വെരി സിമിലർ കർണാടക. യുൽ ഗെറ്റ് Ubbattu tastes something similar.
നോ അറിയില്ല എനിക്ക്, പക്ഷേ കളറൊക്കെ കണ്ടിട്ട് ഉബട്ടു ഒക്കെ പോലെ എനിക്ക് തോന്നുന്നു. ഗുഡ് ഗുഡ്. പക്ഷേ എനിക്ക് പൂരിയാണ് കുറച്ചുകൂടി ഇഷ്ടമായത് ഇതിനേക്കാൾ. എനിക്ക് മധുരം കുറച്ച് താല്പര്യം കുറവുള്ളതുകൊണ്ട് പൂരിയാണ് കുറച്ചുകൂടെ നല്ലത്. As you said, the homely feel. നോ ഓയിലി അല്ല ഒട്ടും. ഫുഡ് കൊള്ളാം. ഇൻ ദ സെൻസ് ഒരു വീട്ടിൽ നിന്ന് കഴിച്ച ഫീലുണ്ട്. ലൈക്ക് ശരിക്കും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കഴിച്ച ഫീലൊന്നുമില്ല. പിന്നെ ഏറ്റവും മോസ്റ്റ് ഹൈറ്റ് ഐറ്റം വന്നിട്ടുണ്ട്. എന്താണ്? ലെമൺ ഐസ് ടീ ആണ്. Now you eat. This is the last one. അടിപൊളിയായിരുന്നു. ലൈക്ക് I've never had such a അടിപൊളി ലെമൺ ടീ. ഒരു യുണീക്ക് ടേസ്റ്റ് ഉണ്ട്. ഞാൻ ലൈക്ക് യൂഷ്വൽ ലെമൺ ടീ പോലെ നല്ല വീട്ടിലുണ്ടാക്കുന്ന അല്ല. ഐ മീൻ ഈവൻ ഇൻ മെക്ഡൊണാൾഡ്സിലെ ഐസ് ടീ ഐ ലൈക്ക്. പക്ഷേ ദിസ് ഈസ് റിയലി നൈസ്. So good.